തിരുവനന്തപുരത്ത് നിന്നും ആദ്യം ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ നിൽക്കുന്നത് ശശി തരൂരിന്റെ വീടിന് മുന്നിലാണ്. ഡാൻ, ശശി തരൂർ ഇന്നലെ എത്തിയതിനു ശേഷം തനിക്ക് പതിവ് റോഡ് ഷോ പോലെയുള്ള പര്യടന പരിപാടികളുടെ ഒന്നും ആവശ്യമില്ല, തനിക്കിവിടെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല എന്നൊരു നിലപാടെടുത്താണ് തരൂർ വരുന്നത്. അത് UDF ക്യാമ്പിന്റെ ഒരു പൊതു നിലപാടാണോ? എന്താണ് ഇന്ന് തരൂരിന്റെ നീക്കം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും സജിത്ത്. കാരണം കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായി തിരുവനന്തപുരത്തിന്റെ ശബ്ദമാണ് ലോക്സഭയിൽ, പാർലമെന്റിൽ ശശി തരൂർ. അതേ ശശി തരൂരിനെ വീണ്ടും കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ത്രികോണ മത്സരത്തിൽ ഈ സീറ്റ് ഉറപ്പുവരുത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ്. എന്തായാലും പുതുമകളൊന്നുമില്ലാതെയാണ് തരൂര് ഇന്നലെ തലസ്ഥാനത്ത് തിരികെ എത്തിയത്. റോഡ് ഷോ ഇല്ലായിരുന്നു, മറ്റ് പ്രകടനങ്ങളൊന്നുമില്ലായിരുന്നു. ആ കാര്യമായി, അതായത് ഈ വലിയതുറ ശംഖുമുഖം വാർഡിലെ മെമ്പർമാർ അടക്കമുള്ളവർ എത്തിയെന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള ആഘോഷ പരിപാടികളൊന്നും വിമാനത്താവളത്തിലില്ലായിരുന്നു. പക്ഷേ ഇന്ന് തൊട്ട് അദ്ദേഹം സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മയടക്കം ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. അവർ സ്വകാര്യ സംഭാഷണത്തിലാണ്, അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങി വരും. ഒരുപക്ഷെ അപ്പോൾ നമ്മളോട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തേക്കും. എന്തായാലും മതമേലധ്യക്ഷന്മാരുമായും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ ദിവസങ്ങളിൽ UDF ക്യാമ്പ് പ്രാധാന്യം നൽകുന്നത്. രാവിലെ DCCയിൽ നേതൃയോഗം നടക്കുകയാണ്. ആ നേതൃയോഗത്തിലായിരിക്കും എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചാരണം മുമ്പോട്ട് പോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കുക. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ ശശി തരൂരിന്റെ അധ്യക്ഷതയിലാണ് ആ യോഗം അവിടെ ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ അടക്കം തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി ആവിഷ്കരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക. എന്തായാലും അല്പസമയത്തിനകം ശശി തരൂർ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ, ഈ തരൂരിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്ന ഒരാളാണ്, പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, അതൊക്കെ പറയാം. പക്ഷേ അതിനുമപ്പുറം തിരുവനന്തപുരം ഇത്തവണ അസാധാരണമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വഴിവെക്കുന്ന ഒരു ഇടമാണല്ലോ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പതിവ് പ്രചരണ രീതികളുമായി തന്നെയാണോ തരൂർ പോകുന്നത്? വലിയ ആൾക്കൂട്ടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന റോഡ് ഷോ പോലെയുള്ള പരിപാടികളിലേക്ക് താനില്ല എന്നതാണോ തരൂർ നിലപാട്? അദ്ദേഹം അത്തരം പ്രചാരണ രീതികളിലേക്കൊക്കെ കടക്കുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ്. ആദ്യഘട്ടത്തിൽ സാധാരണ, അതായത് പ്രവർത്തകർക്കൊപ്പം ദേവാലയങ്ങൾ സന്ദർശിക്കുക, ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങൾ, IT പാർക്കുകൾ, അതൊക്കെ അവിടെയൊക്കെ സന്ദർശനം നടത്തി വോട്ട് ഉറപ്പാക്കുക, യുവജനങ്ങളുമായി സംവദിക്കുക, അവരുടെ പ്രതീക്ഷകൾ ആരായുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ഇതേ ശൈലിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറും ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രചാരണം തിരുവനന്തപുരത്ത് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സീഡാക്കിലടക്കം രാജീവ് ചന്ദ്രശേഖർ ഉച്ചയ്ക്ക് എത്തുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തീപാറുന്ന പോരാട്ടമായിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സാധാരണക്കാരന്റെ മുഖവുമായി, സാധാരണക്കാരന്റെ വേഷവുമായി പന്ന്യൻ രവീന്ദ്രൻ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് പ്രമുഖ വ്യക്തികളെ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് BJPയും കോൺഗ്രസും ഇങ്ങനെ തരൂരിനെയും രാജീവ് ചന്ദ്രശേഖരനെ കൂടെ കളത്തിലിറക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ത്രികോണ മത്സരത്തിൽ ആർക്കൊപ്പമായിരിക്കും തലസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണ എന്ന വലിയൊരു ചോദ്യം. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ശശി തരൂരിന്റെ പ്രതികരണം. ആദ്യ പ്രതികരണം തന്നെ നമുക്ക് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. അവിടെ ഡാൻ കാത്തു നിൽക്കുക. എന്തായാലും തരൂർ എത്തുമ്പോൾ ഡാനിലേക്ക് ഞങ്ങൾ മടങ്ങി വരാം. നമ്മൾ പോകുന്നത് ഒരു വടകരയിലേക്കാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ ഇന്നലെ എത്തി വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ നൽകിയത്. ഇടതു സ്ഥാനാർത്ഥി ഒരു പടി, ആദ്യഘട്ട പര്യടനം ഇടതു സ്ഥാനാർത്ഥി അവിടെ KK ശൈലജ ടീച്ചർ പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ ഷാഫി പറമ്പിൽ കടന്നു വരുന്നത്. എന്തായാലും ആ വൈകലും